ഹലോ ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി കേട്ടോ. അടിപൊളിയല്ലേ, നോക്കിയേ. ഇപ്പൊ ഞങ്ങൾ ഇനി പോകാൻ പോകുന്നത് ലോവർ മ്യൂസിയത്തിലേക്കാണ്. അതിന്റെ മുന്നേ നമുക്കൊന്ന് കോസ്റ്റ്യൂം ഒക്കെ ഒന്ന് മാറ്റണം. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ഡിന്നർ ക്രൂസ് ആണ്. ഡിന്നർ ക്രൂസ് എത്രത്തോളം ഭംഗിയാവുന്ന എനിക്ക് ഒരു ഉറപ്പില്ല. കാരണം നമ്മൾ ഇന്നലെയൊക്കെ നോക്കിയപ്പോൾ ഡിന്നർ ക്രൂസ് ഭയങ്കര ഈ ഡിന്നർ കഴിക്കുന്ന ടൈം എന്നൊക്കെ പറയാൻ നമ്മൾ ഇരുട്ട് ഒക്കെ വൈബാണല്ലോ. പക്ഷെ നമ്മൾ ഇന്നലെ ഏഫിൽ ടവറിന്റെ മുകളിൽ നിന്നൊക്കെ നോക്കിയ ടൈമിൽ 8:39 നമുക്കൊന്ന് ഇരുട്ട് എന്ന് വന്നത്. എല്ലായിടത്തും ലൈറ്റ് ഒക്കെ ഉണ്ടായത്. അപ്പം നമുക്ക് എത്രത്തോളം അത് പോസിബിൾ ആവുമെന്ന് അറിയില്ല. നോക്കട്ടെ. ഡിന്നർ ക്രൂസിന് വേണ്ടിയിട്ടുള്ള വേറെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം. സോ ഇപ്പൊ നമ്മൾ മ്യൂസിയത്തിലോട്ട് പോവാണ്. അങ്ങനെ റൂമിൽ നിന്ന് 5 കിലോമീറ്റർ ടാക്സി പിടിച്ച് വന്നപ്പോഴത്തേക്കും ഞങ്ങളിതാ മ്യൂസിയം എത്തിയിട്ടോ. അത്യാവശ്യം നല്ല തിരക്കും നല്ല ബോറ് വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന ഗ്ലാസ് പിരമിഡിന് എൻട്രൻസ് ഉണ്ടാക്കിയത് IMPA എന്ന് പറഞ്ഞൊരു ആർക്കിടെക്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് താഴത്തെ റോയിൽ കൂടെ നമ്മുടെ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. ഇനി ഈ മ്യൂസിയത്തിൻ്റെ ചരിത്രമാണെങ്കിൽ ഇത് ബിൽഡ് ചെയ്തത് കിങ് ഫിലിപ്പ് സെക്കൻഡ് എന്ന് പറഞ്ഞൊരാളാണ്. അതും 12ാമത്തെ സെഞ്ച്വറിയിൽ. നേരത്തെ കണ്ട ഗ്ലാസ് പിരമിഡിൻ്റെ അടിയിലെ മറ്റൊരു മ്യൂസിയം ലോകത്തേക്കാട്ടോ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള കലാകാരന്മാരുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടാണ് കേട്ടോ ഈ മ്യൂസിയം അറിയപ്പെടുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പുറത്തുനിന്ന് കണ്ട ഗ്ലാസ് പിരമിഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ട് മ്യൂസിയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് കാണിക്കണം കേട്ടോ. ടിക്കറ്റ് എടുക്കാനൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെടുത്ത ടിക്കറ്റ് അവിടെ സ്കാൻ ചെയ്തു, അകത്തോട്ട് കയറി. ഒരാൾക്ക് ചുരുങ്ങിയത് 2 ആഴ്ചയെങ്കിലും നടന്ന് കാണാനുള്ളത് ഈ മ്യൂസിയത്തിലുണ്ട് കേട്ടോ. എന്നെപ്പോലുള്ളവർക്ക് 1 മാസവും. ഒരുപാട് എൻട്രൻസുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലെഫ്റ്റ് ഞങ്ങളെടുത്തു. അങ്ങനെ അകത്തേക്കെത്തി. നോക്കിക്കേ, എന്തൊരു വിശാലമാണ്. ഞങ്ങൾ നേരത്തെ കണ്ട ഗ്ലാസ് പിരമിഡിൻ്റെ അടിവശമാണ് കേട്ടോ ഇത്. റോമിൽ നിന്നും ഗ്രീസിൽ നിന്നും ഒക്കെ കൊണ്ടുവന്ന ശില്പങ്ങളുടെ വലിയൊരു ശേഖരം തന്നെയുണ്ട് കേട്ടോ ഇവിടെ. ഇതിൻ്റെ അകമൊക്കെ ഭയങ്കര തണുപ്പാട്ടോ. ഞാനിങ്ങനെ ചിന്തിച്ചു, എത്ര AC വർക്ക് ചെയ്യുന്നുണ്ടാവും ഇതിൻ്റെ അകത്തൊക്കെ തണുപ്പ് ഇങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട്. കാണുമ്പം തന്നെ എന്തൊരാശ്വാസം. ഇതിൻ്റെ അകത്ത് ലെഫ്റ്റും റൈറ്റും ആയിട്ട് വലിയ 2 സ്റ്റെയർ കേസുകളുണ്ട് കേട്ടോ. ഇത് കയറി കഴിഞ്ഞാലാണ് നമ്മൾ കൊട്ടാരത്തിൻ്റെ അകത്തോട്ട്, മീൻസ് നമ്മൾ ആ ഗ്യാലറീൻ്റെ അകത്തോട്ട് കയറാനുള്ള എൻട്രൻസൊക്കെ അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ ഏതിലൂടെ കയറണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൈറ്റ് ചൂസ് ചെയ്തു. ഇനിയാണ് ഈ മ്യൂസിയത്തിൻ്റെ യഥാർത്ഥ കാഴ്ചകൾ കാണാൻ പോകുന്നത്. ഫ്രഞ്ച് രാജാക്കന്മാർ പല കാലഘട്ടങ്ങളിൽ ശേഖരിച്ച കലാവസ്തുക്കളടക്കം ഇവിടെയുണ്ട് കേട്ടോ. ഈ റൂമിൽ നിന്ന് നോക്കിയാൽ പുറത്തുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. ഞങ്ങൾ അവിടെ നിന്നാണ് വന്നത്. അതുമാത്രമല്ല, ഈ മ്യൂസിയമൊക്കെ ചുറ്റിക്കാണിക്കാൻ വേണ്ടി ഇവിടെ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. മ്യൂസിയത്തിൻ്റെ ഈ ഭാഗം എത്തിയപ്പോഴത്തേക്കും എനിക്ക് വെള്ളി നക്ഷത്രം സിനിമ ഓർമ്മ വന്നിട്ടോ. അതിലൊരു പാട്ടില്ലേ, ചന്ദനമുഖിലെ, ആ പാട്ടിൻ്റെ ലൊക്കേഷൻ പോലെയൊക്കെ തോന്നി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ലോക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോഴത്തേക്ക് ഏകദേശം ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 1.5 മണിക്കൂറായി കാണും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴികളുണ്ട്. നല്ല നല്ല സ്ഥലങ്ങൾ നോക്കി മാത്രമേ ഞങ്ങൾ പോകുന്നുള്ളൂ. ആൾക്കാർ എവിടെയാണോ ക്രൗഡഡായിട്ട് നിൽക്കുന്നത് അങ്ങോട്ട് മാത്രമേ പോകുന്നുള്ളൂ. എന്ന് വെച്ചാൽ അവിടെ ആയിരിക്കുമല്ലോ മെയിനായിട്ട് കാണാൻ എന്തെങ്കിലും ഉണ്ടാവുക. ഇങ്ങനെ ഒരു സ്ഥലത്തെത്തി. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഇത് ലിവിങ് റൂമാണെന്ന് തോന്നുന്നു കൊട്ടാരത്തിൻ്റെ. നല്ല ഷാൻലിയാറും എല്ലാ ലൈറ്റുകളൊക്കെ കത്തിച്ച് വെച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?
അവരുടെ ഈ തീന്മേശ കണ്ടപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. എനിക്ക് വിശന്നിട്ട് മേലെന്ന്. ഇത് കണ്ടപ്പോഴാണ് എൻ്റെ വിശപ്പ് എനിക്ക് ഒന്നും കൂടി കൂടിയത്. ഇനി ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ. വയ്യാതെയായി. എവിടെ ചായക്കട എവിടെ? അടുത്തുള്ള സ്റ്റാർബക്സ് കയറി ആവശ്യം ആരാഞ്ഞു. വിശന്നിട്ട് വയ്യ എന്ന് പറഞ്ഞു. റൂമിൽ നിന്ന് ഏകദേശം 12:30 ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ ദാ 5 മണിയായി. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, കോഫി കുടിച്ചിട്ട് തന്നെ കാര്യം. കോഫി മാത്രം പോരാ, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം. കോഫിയൊക്കെ സാധാരണ പോലെ തന്നെ നല്ല അലമ്പായിട്ടുണ്ട്. പക്ഷേ കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ കാഷ്യൂ, പിസ്ത എല്ലാം മിക്സ് ചെയ്ത് വരുന്ന ഈ ഒരു ടേസ്റ്റ്. എക്സിറ്റ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോസും കൂടി എടുത്തു കേട്ടോ, ഒരു ഓർമ്മയ്ക്ക്. അങ്ങനെ കോഫി കുടിച്ചൊന്ന് ഉഷാറായപ്പോഴത്തേക്ക് ഞങ്ങളിതാ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. ഡിന്നർ ക്രൂയിസിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡ് കാണാം. ഇപ്പോൾ ബൈ.